അതുകൊണ്ട് ജാതി വ്യവസ്ഥയെ തകർക്കണം, ജാതിയെ നശിപ്പിക്കണം. ഇതാണ് തോമസ് പറഞ്ഞത്. അത് കറക്റ്റ് വെരിഫൈ നോക്കും. ഗാന്ധി പറഞ്ഞു അത് വേണ്ട, ജാതി വ്യവസ്ഥയൊക്കെ നിന്നോട്ടെ, നമുക്ക് രാഷ്ട്രീയ പരിഷ്കരണം മതി എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാരൻ പോയാൽ പ്രശ്നം മുഴുവൻ തീരും. അപ്പൊ ഒട്ടേറെ സമ്മേളനം ബ്രിട്ടൻ ജാതി ഐക്യം ചർച്ചയായി. പ്രൊഫസർ അംബേദ്കർ പറഞ്ഞു ഞങ്ങൾ ഹിന്ദുക്കളല്ല, വി ആർ നോട്ട് ഹിന്ദുസ്, ഞങ്ങൾ പുറത്തുള്ളവരാണ്. ബ്രിട്ടീഷുകാർ വരുന്നതിനേക്കാൾ മുമ്പേ, ഇവർ ആര്യന്മാർ വരുന്നതിന് മുമ്പേ ഇന്ത്യയിൽ ജീവിച്ചിരുന്നവരാണ് ഞങ്ങൾ. അടിസ്ഥാന ജനതയാണ് ഞങ്ങൾ, ജാതി പുറത്തുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയ അധികാരം ഞങ്ങളുടെ കൈകളിൽ തന്നെ തരണം. സെപ്പറേറ്റ് ഇലക്ടറേറ്റ്, ഞങ്ങളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള അധികാരം അവർക്ക് കൊടുക്കരുത്. ഞങ്ങൾ വോട്ട് ചെയ്യാൻ അവർക്ക് അവകാശമില്ല. ഒരു സവർണ ഹിന്ദുവിന്റെ വോട്ട് ദളിതർക്ക് പാർലമെന്റിലേക്ക് വരാൻ, നിയമസഭയിലേക്ക് വരാൻ വേണ്ട. ദളിതന്റെ വോട്ട് ദളിതന് മാത്രം. നേരെ മറിച്ച് സവർണം ജയിക്കണമെങ്കിൽ അവൻ ഇന്ത്യയിലാണ്, അവൻ വിദേശിയാണ്. അവൻ ജയിക്കുന്ന ഞങ്ങളുടെ വോട്ട് വേണം, ഞങ്ങൾക്ക് ജയിക്കാൻ അവന്റെ വോട്ട് വേണ്ട. ഇതാണ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്. ബ്രിട്ടീഷുകാർ അത് അംഗീകരിച്ചു. അത് പറയാൻ ഗാന്ധി വളരെ പണിയിക്കപ്പെട്ടു. തോമസ് അംബേദ്കർ 5-ാം വല്യുണ്ട്, ഇംഗ്ലീഷിലെ 5-ാം വല്യം, മലയാളത്തിലെ 10-ആണ്. അതിൽ 1931 നവംബർ മാസം 12-ാം തീയതി ലണ്ടനിലെ റിറ്റ്സ് ഹോട്ടലിൽ ഗാന്ധി ഇരുട്ടിയ സമയത്ത് തലയെ മുണ്ടും പോയി എന്ന് അംബേദ്കർ എഴുതി വെക്കുന്നുണ്ട്. പുസ്തകം 10-ാം വല്യം മലയാളത്തിൽ ഭാഷയിൽ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോ തലയം കിട്ടുന്ന അതിന്റെ പ്രയോഗമാണ്. നമ്മുടെ എവിടെയായി പോയി 31 നവംബർ 12-ാം തീയതി ആരെ കാണാനാ പോയത്? മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ കാണാൻ പോയാൽ നമ്മൾ എഴുതിയിട്ടുണ്ട്, അംബേദ്കർ എഴുതിയിട്ടുണ്ട്, കാണാൻ പോയി. ഗാന്ധി അവിടെ ഒരു പുസ്തകം പുസ്തകം വീഴ്ത്തി. വിശുദ്ധ ഖുർആൻ, മുസ്ലിങ്ങളുടെ മതഗ്രന്ഥമാണ്. ഖുർആൻ വാങ്ങിട്ടാ പോയത്. ഇതുകൊണ്ട് അവരുടെ മുമ്പിൽ, ഇനി അടക്കമുള്ള നേതാക്കളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഈ ഖുർആൻ അത് മേടിച്ചാൽ അതുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉമറിന്റെ ഭരണം വന്നു ആഗ്രഹിക്കുന്ന ആളാ ഞാൻ ഈ ഖുർആനുമായി വന്നിരിക്കുന്നത്. ഈ ഖുർആൻ എവിടെയാണ് ഒരു മതത്തെ തകർക്കാൻ പറയുന്നത്, ഒരു മതത്തെ പിളർക്കാൻ പറയുന്നത്? അവർ ഭയങ്കര പ്രശ്നത്തിലേക്ക് ഗാന്ധി അതിന് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞില്ല. നിങ്ങളോ? ഡോക്ടർ അംബേദ്കർ ചോദിച്ചില്ലേ അദ്ദേഹത്തിന്റെ ജാതിക്കാർക്ക് പ്രത്യേക നിയോജകമണ്ഡലം വേണം, വേറെ വോട്ടവകാശം വേണമെന്നൊക്കെ? അന്നേരം നിങ്ങൾ ഉണ്ടാക്കുന്നില്ലേ? മൈനോറിറ്റി സബ് കമ്മിറ്റിയിലല്ലേ നിങ്ങളുള്ളത്? നിങ്ങൾ എന്തിനാണ് പട്ടമേ സമ്മേളനത്തിൽ വന്നിട്ട് അംബേദ്കറുടെ ഈ വാദത്തിന്റെ നേരെ മിണ്ടാതിരുന്നത്? നിങ്ങൾ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ദളിതരെ അംബേദ്കറെ അംഗീകരിക്കാന്നുള്ളതല്ലേ? അംബേദ്കറെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അവർ ഹിന്ദുക്കളല്ലെന്നും പ്രത്യേക വോട്ടവകാശങ്ങളെന്നും പറഞ്ഞാൽ വേണ്ട, പ്രത്യേക വോട്ടവകാശം കൊടുത്താൽ അവർ ഹിന്ദുമതത്തിൽ പോകും. ഹിന്ദുമതത്തിൽ അവർ പോയാൽ ഹിന്ദുമതം തകരില്ലേ? ഹിന്ദുമതത്തെ താങ്ങിക്കൊണ്ട് നടക്കുന്ന പല്ലക്ക് ചുമക്കുന്നത് ദളിതരെ. അവർ ഈ ഹിന്ദുമതത്തിന്റെ കാര്യം കുത്തബ്മിനാറിന്റെ അടിക്കല്ലുകൾ അവധി യാത്ര ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കുത്തബ്മിനാറിന്റെ ലഭിക്കുന്നത് കാര്യം ഗോപുരമാണെങ്കിൽ അടിക്കല്ലുകൾ അവർ പോയിക്കഴിഞ്ഞാൽ ഈ താഴെ വീട്ടില്ലേ? അതുകൊണ്ട് ഈ ദളിതന്മാര് ഹിന്ദുമതത്തിൽ നിന്ന് പോയാൽ ഹിന്ദുമതം എന്ന് പറയും സൗദം തകർന്നത് എപ്പോഴാകും? ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾ ഉണ്ടാകുന്നതോടുകൂടി ഹിന്ദുമതത്തെ തകർക്കാനല്ലേ നിങ്ങൾ ഈ കൂട്ടുന്നത്? ഖുർആനിൽ അങ്ങനെ പറയുന്നുണ്ട്. മുസ്ലിം നേതാക്കന്മാരാകപ്പെട്ട് അയ്യോ ഗാന്ധി ഇപ്പൊ എന്ത് ചെയ്യണം? ഒറ്റ കാര്യമുണ്ട്. നാളെ നടക്കുന്ന റൊട്ടറി സമ്മേളനത്തിൽ ഇന്ത്യയിലെ ദളിത വോട്ടവകാശം കൊടുക്കരുതെന്ന് എന്നോടൊപ്പം നിന്ന് നിങ്ങൾ പറയണം. അങ്ങനെ വന്നാൽ ഞാൻ ഉപകാരം ചെയ്യും. ഈ ഖുർആൻ തൊട്ട് ഞാൻ സത്യം ചെയ്യുകയാണ്. ഒരു ഉപകാരം ബ്രിട്ടീഷുകാർ തള്ളിക്കളഞ്ഞ 14 ആവശ്യങ്ങൾ, 40 ഡിമാൻഡ്സ് ഓഫ് ജിന്ന, ബ്രിട്ടീഷുകാർ തള്ളിക്കളഞ്ഞു. കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയും പറഞ്ഞു അനുവദിച്ചു തരാൻ പറ്റില്ല. അതിലൊരു ഡിമാൻഡ് എന്താറില്ല, ബാങ്ക് ഉറക്കം മുടക്കാൻ അവകാശമില്ലായിരുന്നു മുസ്ലിങ്ങൾക്ക്, പള്ളിയിൽ നിന്ന് പുറത്തോട്ട് കേൾക്കരുത്. അപ്പൊ അങ്ങനെ ബാങ്ക് മുടക്കുന്നത് പുറത്തോട്ട് കേൾക്കാൻ നടക്കും. കാരണം മുസ്ലിങ്ങൾ പല വീടുകളിൽ ബാങ്ക് സമയം വിട്ട് വരേണ്ടത് പുറത്തോട്ട് കേൾക്കുമ്പോഴാണ്. അത് വെക്കാനുള്ള അവകാശം പോലും ഇല്ലാത്ത കാലത്ത് അതായിരുന്നു ഒരു ഡിമാൻഡ്. ആ 14 ആവശ്യങ്ങൾ ബ്രിട്ടീഷുകാർ തള്ളിക്കളഞ്ഞ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി പറഞ്ഞു പറ്റത്തില്ല എന്ന്. ബ്രിട്ടീഷുകാരും കോൺഗ്രസുകാരും തള്ളിക്കളഞ്ഞ 14 ആവശ്യങ്ങളും ഞാൻ അംഗീകരിച്ചു തരാൻ 2 കൂട്ടരെ കൊണ്ട് ഒറ്റ കാര്യത്തിൽ എന്നോടൊപ്പം നിൽക്കണം. ഇന്ത്യയിലെ അംബേദ്കറുടെ ജനത്തിന് ദളിതർക്ക് വോട്ടവകാശം കൊടുക്കരുത് എന്ന് നിങ്ങൾ എന്നോടൊപ്പം നിന്ന് പറയണം. അവരെന്താ അവരോട് പറഞ്ഞു? എന്തായി? മുസ്ലിമിനെ തല്ലുകയും മുസ്ലിങ്ങൾക്കെതിരെ ഞരമ്പ് രോഗം, സവർണം കിട്ടി ഇഞ്ചക്ഷൻ എടുത്ത് വെച്ചിട്ട് ചിരക്കകത്ത് മുസ്ലിം വിരുദ്ധ ഞരമ്പ് രോഗം കയറി പിടിച്ച് മയക്കുമരുന്ന് ഇസ്ലാമോ ഫോബിയയുടെ പ്രചാരണം ഏറ്റെടുക്കുന്ന കപട അംബേദ്കറൈറ്റുകളായ ദളിത് ഭ്രാന്തന്മാർ നോക്കണം. അന്ന് എന്താ ജിന്ന പറഞ്ഞത്? മിസ്റ്റർ ഗാന്ധി, ഈ ഖുർആൻ വെച്ചുകൊണ്ട് ഡോക്ടർ അംബേദ്കറെ വഞ്ചിക്കാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. ഈ വിശുദ്ധ ഖുർആന്റെ 4-ാമത്തെ അധ്യായമാണ്, അതിന്റെ പേര് അന്നിസ എന്നാണ്.
75-ാമത്തെ ആയത്തോട് വചനമുണ്ട്. ആ വചനത്തിനകത്ത് അല്ല ഞങ്ങളുടെ ദൈവം എഴുതി വെച്ച വചനമുണ്ട് മുഹമ്മദിനെ കൊണ്ട്. അത് പറയുന്നത് ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും വേണ്ടി അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കുന്ന എന്താണ് ന്യായം? ഈ വചനം ഈ ഖുർആനിനകത്തുണ്ട്. അടിച്ചമർത്തപ്പെട്ടവന് വേണ്ടി യുദ്ധം ചെയ്യണം എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഈ ഖുർആൻ. അത് വെച്ചുകൊണ്ട് ഇന്ത്യയിൽ അടിച്ചമർത്തപ്പെട്ടവനെ വഞ്ചിക്കാൻ കൂട്ടുനിൽക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? മിസ്റ്റർ ഗാന്ധി ഗെറ്റ് ഔട്ട്, നിങ്ങൾക്ക് പോകാം. അംബേദ്കറെ ഇന്ത്യയിലെ ദളിതരെയും വഞ്ചിക്കാൻ ഒരു മുസൽമാൻ പോലും തയ്യാറല്ല. 14 ആവശ്യങ്ങളും വേണ്ടെന്ന് വെച്ചാലും ഇന്ത്യയിലെ ഡോക്ടർ അംബേദ്കറെ ഇന്ത്യയിലെ ദളിതരെയും വഞ്ചിക്കാൻ ഞങ്ങൾ കൂട്ടുനിൽക്കുകയില്ല. പൗരാവകാശം ഇല്ലാത്തവരായി ഞങ്ങൾ കീഴടങ്ങി ജീവിച്ചോളാം. മിസ്റ്റർ ഗാന്ധി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. ഇത് 5-ാം വാല്യം നിങ്ങൾ വായിക്കണം. ബാബാ സാഹേബ് അംബേദ്കർ ഹൃദയത്തിൽ രക്തത്തിൽ ചാലിച്ച് ചരിത്രത്തിൽ എഴുതി വെച്ചതാണ്. അവരോട് കടപ്പാട്. അങ്ങനെ അവർ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ സെപ്പറേറ്റ് ഇലക്ട്രോണിക് എടുക്കുമായിരുന്നു. അന്ന് പക്ഷേ തമിഴിലുണ്ടായില്ല. രാത്രി അവസാനം ഈ ഖുർആനൊക്കെ എടുത്ത് പോയി നാണം കെട്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിപ്പോന്നു. പിന്നെ അധികം ദിവസം ഒന്നുമില്ല, അറിയാമോ? അടുത്ത ദിവസം തന്നെ പുള്ളി അടുത്ത ഫ്ലൈറ്റേക്ക് കാനഡ വഴി ഇന്ത്യയിലേക്ക് മടങ്ങാൻ. പിന്നെ നിന്നിട്ട് കാര്യമില്ല. കാരണം ബ്രിട്ടീഷുകാർ മുന്നോട്ട് പോയി ജന്മ അവാർഡ് പ്രഖ്യാപിച്ചു. ബ്രിട്ടീഷ് രാംസേവനാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ജന്മ അവാർഡ് പ്രഖ്യാപിച്ചു. 1932 ഓഗസ്റ്റ് മാസം 17-ാം തീയതി ജന്മ അവാർഡ് ഇന്ത്യയിലെ ദളിതർ പ്രത്യേക വോട്ടവകാശം. നമുക്ക് അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവർക്ക് വോട്ട് ചെയ്യാം. ഇന്ത്യയിൽ ഇന്ന് 300 ദശലക്ഷം 30 കോടി ദളിതരുണ്ട്. 2 വോട്ടവകാശം ഇന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എത്ര 300 ദശലക്ഷമാണ് എന്ന് വെച്ചാൽ 60 കോടി വോട്ടാണ് നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ആര് ഭരിക്കണം തീരുമാനിക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. അത്രയും വിപ്ലവമാണ് അംബേദ്കർ നേടിയെടുത്തത്. അത് പരാജയപ്പെട്ടു. ജന്മ അവാർഡ് പ്രഖ്യാപിച്ചു. 17-ാം തീയതി ജന്മ അവാർഡ് പ്രഖ്യാപിച്ചു. 20-ാം തീയതി ഗാന്ധി ബോംബെയിലെ പുനരാവാദ ജയിലിൽ നിരാകാര സമരം നടന്നു. ഡോക്ടർ അംബേദ്കർ ബാബാസാഹിബ് വിവരിക്കുന്നുണ്ട്. ഗാന്ധി ഒരുപാട് സത്യാഗ്രഹം നടത്തിയിട്ടുണ്ട്. ജീവിതത്തിൽ ഐത്തത്തിനെതിരെ ഗാന്ധി ഒരു നിരാകാര സമരം നടത്തിയായിരുന്നല്ലോ. ജാതിദോഷം നശിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധി ഒരു നിരാകാരം നടത്തിയിരുന്നെങ്കിലോ, മരണം വരെ പോസ്റ്റിരുന്നെങ്കിലോ, ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി ഗാന്ധി ഒരു നിരാകാരം നടത്തി ഭരിക്കുകയോ അല്ലെങ്കിൽ പോരാടുകയോ ചെയ്തിരുന്നെങ്കിലോ? ഇതൊന്നും ചെയ്തില്ല. ഗാന്ധി മരണം വരെ സത്യാഗ്രഹം നടത്തിയ ഒരേ ഒരു സന്ദർഭം ഇന്ത്യയിലെ ദളിതന് വോട്ടാവകാശം കൊടുത്തത് പിൻവലിക്കണം, അവൻ വോട്ടാവകാശം കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജന്മ അവാർഡിനെതിരെയാണ് പൂന ജന്മദ ജയിലിൽ 32 സെപ്റ്റംബർ മാസം 20-ാം തീയതി നിരാഹാരം കിടന്നു. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം ഇന്ത്യ ഇളകി. ബാബാ സാഹിബിനെ കൊല്ലാൻ, ദളിതരെ ആക്രമിക്കാൻ, വർഗീയ കലാപത്തിന് വേണ്ടി, ജാതി കലാപത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന കാലം ബാബാ സാഹിബ് അവസാനം ഗാന്ധിയുടെ പലരും വന്ന് തകഴിനായിരുന്നു. ഗാന്ധിയെ രക്ഷിക്കണേ, ഞങ്ങളുടെ പ്രാണനാണ്. അവർ പറഞ്ഞു എനിക്ക് എന്റെ ജനങ്ങളുടെ അധികാരം ആവശ്യമുണ്ട്. അപ്പോഴാണ് ബാബാ സാഹിബ് പറഞ്ഞത്, എന്താ ഈ നിൽക്കുന്ന വിളക്ക് വരപ്പിൽ നിങ്ങൾ എന്നെ എന്താണ് തലവീടായി കെട്ടിത്തൂക്കി ഇഞ്ചായി ചാട്ടവാർ കൊണ്ട് അടിച്ചു കൊന്നാലും 1 ഇഞ്ച് ഞാൻ ഇതിന് വ്യതിചലിക്കുകയില്ല. ഇത് പറഞ്ഞത് എവിടെയാണെന്നറിയാം? ന്യൂഡൽഹിയിലെ ഇസ്ലാമിക് സമ്മേളനം നടക്കുന്നുണ്ട്. ആ സമ്മേളനത്തിലേക്ക് ചെന്നിട്ട് ഗാന്ധിയെ വിവരിക്കാൻ വേണ്ടി സമ്മേളനത്തിൽ സമ്മേളിച്ച് നിൽക്കുമ്പോഴാണ് ആ സമ്മേളനത്തിൽ ചെന്ന് ഓർമ്മ പറയുകയാണ്, എന്നെ കൊന്നാലും പിന്മാറുകയില്ല എന്ന് പറഞ്ഞു അദ്ദേഹം തിരിച്ചുപോയി. ആ ഇസ്ലാമിക് സമ്മേളനം നടന്നത് ഡൽഹിയിൽ ദാമോദർ ഹാളിൽ നടക്കുന്ന സമയത്താണ്. അങ്ങനെ പോരുന്നു. തെക്കേ ഇന്ത്യയിൽ ഒരാളാണ് ടെലഗ്രാം അയച്ചത്, അറിയാമോ? ആരാ? ടി വി രാമസ്വാമി നായ്ക്കാണ്. അദ്ദേഹം ഒരു ടെലഗ്രാം അയച്ചു. 2 ലക്ഷം ടെലഗ്രാമുകളാണ് അംബേദ്കർ കിട്ടിയത്. കുന്നുകളെയും പിന്മാറും, ഗാന്ധി ജീവനാ വലുത് എന്ന് പറഞ്ഞ് 2 ലക്ഷം 8 ലക്ഷം ടെലഗ്രാമുകൾ കിട്ടി. ഒരു ടെലഗ്രാമാണ് അംബേദ്കർക്ക് അനുഗ്രഹം ടി വി രാമസ്വാമി നായ്ക്കുള്ളത്. എന്താണ് ടി വി ആർ അയച്ചത്? നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യരുത് എന്നാണ് ടി വി ആർ തത്തൈ പെരിയാർ ടെലഗ്രാം അയക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് വലിയ അവസാനം ഗാന്ധിയുടെ ദേവദത്ത് ഗാന്ധി എന്നപ്പോൾ എന്താക്കും ഭരിക്കാൻ പോവാണ്, രക്ഷിക്കണം. അങ്ങനെ ഗാന്ധിയുടെ മകൻ ദേവദാസ് ഗാന്ധി വന്നു ആണ് വീണ്ടും ബാബാ സാഹിബിനോട് യാചിച്ചപ്പോൾ അവർക്ക് ഈ മനുഷ്യത്വം അതൊക്കെ നമ്മൾ കുഴപ്പമാണ്. മനുഷ്യത്വം കൂടുതലാണ്, കാരണല്ലോ ഈ അസമത്വം മാറുന്നത്. അപ്പൊ എന്തായാലും ഈ ബാബാ സാഹിബ് ഗാന്ധിയെ കാണാൻ ജാവാദയിൽ ഇവിടെ ചെന്നപ്പോ ഗാന്ധി ചാകായിരുന്നു. ബാബാസിന്റെ കൈ ചേർന്നത് കൈ ബലിഷ്ടമായ കരുത്തുള്ള ബാബാ സാഹിബിന്റെ കരുത്തിനകത്തോട്ടാണ് ഈ ചുള്ളിക്കമ്പ് പോകുന്നത്. വെച്ചു. എന്നിട്ട് ഗാന്ധി പറഞ്ഞ മറുപടി ഇതാണ്, എന്റെ ജീവൻ അംബേദ്കർ, ഞാൻ മൈ ലൈഫ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. എന്റെ ജീവൻ നിങ്ങളുടെ കൈക്ക് ഏതാ നമ്മുടെ അവകാശം? അത് ഇല്ലാതാക്കാൻ, വോട്ടാവകാശം ഇല്ലാതാക്കാൻ നിൽക്കുന്ന സമയത്താണ് പറയുന്നത് എന്റെ ജീവൻ കൈക്കുണ്ടാണ്. അവസരം എന്ന് പറയും മറുപടി.
ഉണ്ടാകും മൗനം. അവസാനം അങ്ങനെ ഈ അവസാനം ഗാന്ധിയുടെ ജീവൻ അത് അവഗണിക്കുക എന്ന് പറയുന്ന ഒരു വഴി ചരിത്രത്തിലേക്ക് കിട്ടാൻ ബാബാസ് ആഗ്രഹിച്ചില്ല. നമ്പർ 1. നമ്പർ 2, അംബേദ്കർ ഒരു സ്റ്റേറ്റ്മാൻ, ഒരു രാഷ്ട്ര നായകനാണ്, സ്റ്റേറ്റ്മാൻഷിപ്പ് ഉള്ള ഒരാളാണ്, ഡെമോക്രസിയുടെ പ്രവാചകനായ മനുഷ്യനാണ്. അതുകൊണ്ട് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ക്രൈസിസിനകത്ത് ഒരു ഇൻഡയറക്ട് വയലൻസിലൂടെ ഒരാളെ ജീവൻ അപകരിക്കുക എന്ന് പറഞ്ഞൊരു വയലൻസ് ആണ്. ഈ ഒരു വയലൻസിന്റെ പാപഭാരം എടുത്ത് അത് ഉത്തരവാദിയാകാൻ അംബേദ്കറുടെ ധാർമ്മികത എന്ന് വെച്ചു. എന്താണെങ്കിലും അവസാനം ദളിതർ ഒരു വോട്ടവകാശം പോലും തരത്തില്ലാത്ത ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 70 മണ്ഡലങ്ങളായിരുന്നു ഈ നേരത്തെ സെപ്പറേറ്റ് കിട്ടുന്നത്. അത് ഏതാണ്ട് 140 ഇരട്ടിയായി വർദ്ധിപ്പിക്കാം. പക്ഷേ ഈ പ്രത്യേക നിയോജക മണ്ഡലം ഒന്ന് മാറ്റിയിട്ട് പൊതുമണ്ഡലങ്ങളാക്കണം, സംവരണ മണ്ഡലങ്ങളാക്കണം എന്ന് ഗാന്ധി ഒരു വ്യവസ്ഥ വെച്ചു. പിന്നെ വിദ്യാഭ്യാസം അതിന് സംവരണം തരാം, ഭരണഘടനയിൽ എഴുതി പിടിപ്പിക്കാം. ഉദ്യോഗം അത് ഭരണഘടനയ്ക്കകത്ത് വ്യവസ്ഥ ഉണ്ടാക്കാം. അയിത്തം നിയന്ത്രിക്കാനുള്ള ഉപാധികൾ ഉണ്ടാക്കാം. പട്ടികജാതിക്കാരുടെ വികസനത്തിന് വേണ്ടിയുള്ള പല പദ്ധതികളും ഭരണഘടനയിൽ എഴുതി പിടിപ്പിക്കാം. ഇത് മാത്രം വേണ്ടെന്ന് ഈ പ്രത്യേക വോട്ടവകാശം. അപ്പൊ ഒന്നും തരത്തില്ല എന്ന് പറഞ്ഞെടുത്തുകൊണ്ട് ഒത്തിരി കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്ത ഗാന്ധിയുടെ മനപരിവർത്തനത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞ ധാർമ്മികതയുടെ പ്രശ്നവും വെച്ചുകൊണ്ടു അതാണ് പുനാപ്പൻ 32 സെപ്റ്റംബർ 24-ാം തീയതി ഗാന്ധി അംബേദ്കർ ഉണ്ടാക്കിയ കരാറാണ് പുനാക്കൻ. അതിലൂടെയാണ് നമ്മുടെ ഈ ഇപ്പൊ ഇങ്ങനെ വന്നത്. ആ പുനാക്കരുടെ ബലിയാടായിരുന്നു. അവസാനം ഭരണഘടന എഴുതിയിട്ട് നടന്ന 1ാമത്തെ തെരഞ്ഞെടുപ്പിൽ ബാബാ സാഹേബ് തോറ്റു.